വീണ്ടും ചോരക്കളമായി കശ്മീർ താഴ്വര. കശ്മീർ ടൂറിസത്തെ താറുമാറാക്കി പഹൽഗാം ഭീകരാക്രമണം. രാജ്യത്തെ നടുക്കിയ അപ്രതീക്ഷിത ഭീകരാക്രമണത്തിൽ നിരവധി പേരാണ് കൊല്ലപ്പെട്ടത്. നിരവധി ആളുകൾ എല്ലാ വർഷവും കശ്മീർ സന്ദർശിക്കാറുണ്ട്. കാരണം ഏതൊരു സഞ്ചാരിയുടെയും സ്വപ്ന ഡെസ്റ്റിനേഷനുകളിൽ ഒന്നാണ് കശ്മീർ. ഏത് സമയത്ത് പോയാലും സഞ്ചാരികൾക്ക് ഒരുപാട് വിസ്മയങ്ങൾ ഒളിപ്പിച്ചു വെച്ച ഇന്ത്യയുടെ പറുദീസയാണ് കശ്മീർ. കശ്മീരിന്റെ സൗന്ദര്യം അതിന്റെ ഉന്നതിയിൽ എത്തി നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനും സാധിക്കുന്നത്. മഞ്ഞിൽ കുളിച്ച് ഹൃദയം നിറയ്ക്കുന്ന കാഴ്ചകളുമായി എപ്പോഴും സഞ്ചാരികളെ കാത്തിരിക്കുന്ന സ്വപ്നതുല്യമായ കശ്മീർ. സ്വദേശികളും വിദേശികളും അടക്കമുള്ള ആയിരക്കണക്കിന് സഞ്ചാരികളാണ് ദിവസവും കശ്മീരിൽ എത്തുക. കശ്മീർ താഴ്വരയിലെത്തുന്ന ഏതൊരു സഞ്ചാരികളുടെയും പ്രധാന ലക്ഷ്യസ്ഥാനങ്ങളിൽ ഒന്നാണ് പഹൽഗാം. ഗുൽഗാം, സോനാമാർഗ്, ശ്രീനഗർ, പഹൽഗാം എന്നീ സ്ഥലങ്ങളിലേക്ക് വർഷം തോറും ആയിരക്കണക്കിന് സഞ്ചാരികളാണ് എത്താറുള്ളത്. കശ്മീരിന്റെ ഏറ്റവും ഭംഗിയാർന്ന പ്രദേശങ്ങളിൽ ഒന്നുകൂടിയാണ് ഈ പഹൽഗാം. അതായത് കശ്മീർ വിനോദസഞ്ചാരത്തിന്റെ ഹൃദയഭൂമി എന്നാണ് ഇവിടെ പറയാറുള്ളത്. 2018 മുതലാണ് ഇങ്ങോട്ടേക്ക് വരുന്ന സഞ്ചാരികളുടെ ഒഴുക്ക് ഉയർന്നത്. കാരണം പഹൽഗാം ഒരു കാലത്ത് തീവ്രവാദ ആക്രമണത്തിന്റെ ഭീതി നിറഞ്ഞ മേഖലയായിരുന്നു. അവിടെ നിന്നാണ് പതിയെ പതിയെ പഹൽഗാം സന്തോഷത്തിന്റെയും വിനോദസഞ്ചാരത്തിന്റെയും ഹൃദയഭൂമിയായി മാറുന്നത്. അതായത് ഭീതി പൊതിഞ്ഞ അന്തരീക്ഷത്തിൽ നിന്ന് ആ നാട് സാധാരണമായ ഒരു ജീവിതത്തിലേക്ക് കടന്നുവരുന്ന കാലം. അവിടെയാണ് ഭീകരർ ഇപ്പോൾ ചോര വീഴ്ത്തിയിരിക്കുന്നത്. മനോഹരമായ പുൽമേടുകളും മുഗളുദ്യാനങ്ങളും മഞ്ഞുവീഴ്ചയും ആയിരങ്ങളെ ആകർഷിക്കുന്ന ഒരു അത്ഭുത കാഴ്ചയാണ്. പ്രത്യേകിച്ച് വസന്തകാലത്താണ് പഹൽഗാം സഞ്ചാരികളുടെ സ്വർഗമായി മാറുന്നത്. അമർനാഥ് തീർത്ഥാടനത്തിന് തിരഞ്ഞെടുക്കുന്ന 2 വഴികളിൽ ഒരു പ്രധാന വഴി കൂടിയാണ് ഇവിടം. ഇവിടെ സഞ്ചാരികളുടെ ലക്ഷ്യസ്ഥാനമാകുന്നതിന് പിന്നിൽ പല കാരണങ്ങളുമുണ്ട്. പഹൽഗാം ജമ്മു കശ്മീരിലെ അനന്ത്നാഗ് ജില്ലയിലെ അതിമനോഹരമായ സ്ഥലമാണ്. ഈ പ്രദേശം സ്ഥിതി ചെയ്യുന്നത് സമുദ്രനിരപ്പിൽ നിന്ന് 7200 അടി ഉയരത്തിലാണ്. ഇവിടെ കടുത്ത വേനൽ പോലും മഞ്ഞുപാളികളാൽ പൊതിഞ്ഞു നിൽക്കുന്ന സുന്ദരമായ പ്രദേശം തന്നെയാണ്. പഹൽഗാം സ്ഥിതി ചെയ്യുന്നത് വലിയ വലിയ പൈൻമരങ്ങളാലും ഹിമാലയൻ കൊടുമുടികളാലും ചുറ്റപ്പെട്ടാണ്. ഇടയന്മാരുടെ താഴ്വര എന്നാണ് ഇവിടെ അറിയപ്പെടുന്നത്. ശരിക്കും പറഞ്ഞാൽ ശാന്തതയും പ്രകൃതിമയമാണ് ഇവിടെ എത്തുന്ന ഏതൊരാൾക്കും വാഗ്ദാനം ചെയ്യുന്നത്. പ്രത്യേകിച്ച് വേനൽക്കാലത്ത് വിനോദസഞ്ചാരികളുടെ ഒഴുക്ക് തന്നെയാണ് ഇവിടേക്ക് കാണാൻ സാധിക്കുന്നത്. അവിടെയാണ് ഇപ്പോൾ അശാന്തി പടർന്നിരിക്കുന്നത്. പഹൽഗാമിൽ പ്രധാനമായും ആളുകൾ സഞ്ചാരത്തിനായി ആശ്രയിക്കുന്നത് കുതിര സവാരിയാണ്. കാരണം വലിയ മരങ്ങളുടെ വേരുകളുള്ള പാതയോരങ്ങളാണ് ഇവിടെ കാണുന്നത്. ഇവിടുത്തെ പ്രധാന ആകർഷണമാണ് ബൈസാരൻ താഴ്വര. വിനോദസഞ്ചാരികളുടെ മിനി സ്വിറ്റ്സർലാൻഡ് എന്നാണ് ഈ സ്ഥലം അറിയപ്പെടുന്നത്. പച്ചപ്പുല്ലുകൊണ്ട് നിറഞ്ഞ ഇവിടുത്തെ ഭൂമിക്ക് ചുറ്റിലും പൈൻമരങ്ങൾ കൊണ്ട് നിറഞ്ഞ ഒരു വനമേഖലയാണ്. ആയതിനാൽ തന്നെ നിരവധി ചലച്ചിത്രങ്ങളുടെ ചിത്രീകരണം ഇവിടെ വെച്ച് നടക്കുന്നുണ്ട്. പഹൽഗാമിൽ ഇനിയുമുണ്ട് സ്വർഗതുല്യമായ സ്ഥലങ്ങൾ. അത്തരത്തിൽ ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് ബോദാബ് താഴ്വര. 1983 പുറത്തിറങ്ങിയ ബോദാബ് എന്ന സിനിമ ചിത്രീകരിച്ച സ്ഥലം കൂടിയാണ് ഇവിടെ. അങ്ങനെയാണ് ആ പേര് വന്നതെന്നാണ് പറയുന്നത്. ഹിമാലയൻ മലനിരകൾ നിറഞ്ഞ കശ്മീർ ഇന്ന് ആഭ്യന്തര സംഘർഷങ്ങൾ കാരണം അശാന്ത ഭൂമിയായി മാറിയിരിക്കുകയാണ്. ദിവസവും വാർത്തകളിൽ നിറയുമ്പോഴും പ്രകൃതി രമണീയമായ കാഴ്ചകളാൽ ഭൂമിയിലെ ഏറ്റവും മനോഹരമായ കാഴ്ചകൾ എന്നും സമ്പന്നമാണ് ഇവിടം. ഈ അന്തരീക്ഷം ജമ്മു കശ്മീരിനെ വിനോദസഞ്ചാര സൗഹൃദ കേന്ദ്രമായി ഉയർത്തിക്കൊണ്ടുവരാനുള്ള കേന്ദ്ര സർക്കാർ പ്രവർത്തനങ്ങൾക്ക് കൂടിയാണ് വലിയ തിരിച്ചടിയുണ്ടായിരിക്കുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.